ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുന്ന ടൈമിൽ സച്ചി വരുവാണേ. രേവതി ഒരു ചായ ഇട്ടതാ ഭയങ്കര ക്ഷീണമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിന് സച്ചിയേട്ടനാണോ ഡാൻസ് കളിച്ചത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഡാൻസ് കളിച്ചത് ഞാനല്ലെങ്കിലും നിങ്ങളുടെ ഡാൻസ് കണ്ട് ഭയങ്കര ക്ഷീണം എന്ന് സച്ചി പറയുവാണേ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അമ്മ എന്താ ഞാൻ കാരണമാണ് പെടൽ ഉളുക്കിയെന്നൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ പിന്നെ അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ അമ്മ പറയണേന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവാണേ. കാരണം അമ്മ പറയുന്ന പോലെ തന്നെ സച്ചിയും പറയുന്നു താനാണ് അമ്മയുടെ പെടൽ ഉളുക്കിയെന്ന്. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടനും ഡാൻസ് കളിച്ചായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഞാനത് തുടക്കത്തിൽ തന്നെ നിർത്തിയല്ലേ, നിന്നോട് ആരാ അങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞത്, എന്തൊരു ഡാൻസ് ആയിരുന്നു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഓ അപ്പോൾ സച്ചിയേട്ടനും ഇപ്പോൾ ഞാനാണ് കാരണക്കാരി എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുവാണല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, നീ എന്തായാലും അത്രയും ഓവറായിട്ട് ഡാൻസ് കളിക്കേണ്ട കാര്യമില്ലെന്ന് പയ്യൊന്ന് ചിരിച്ചോണ്ടൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് ഡാൻസ് നന്നായിട്ട് കളിച്ചാൽ മാത്രമേ ഡാൻസിൽ എടുക്കത്തുള്ളൂ, പഠിപ്പിക്കാൻ എന്നെ ചേർക്കത്തുള്ളൂ എന്ന്. നിങ്ങളുടെ അമ്മ കളിച്ച പോലെ തന്നെയല്ലേ ഞാനും കളിച്ചതെന്നൊക്കെ ചോദിക്കുവാണ് രേവതി. അപ്പോഴേക്കും സച്ചി അതിനും മറുപടി പറയുന്നുണ്ട്, ഏയ് നീ അമ്മ കളിച്ച പോലെയെന്നല്ല കളിച്ചത്, അതുക്കും മേലെ എന്ന് പറയുവാണ്. കുറച്ച് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിട്ട് നിനക്ക് നിർത്തായിരുന്നു, നീ പക്ഷെ അതൊരു മത്സരമാക്കി തന്നെ എടുത്തു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഓ അപ്പോൾ നിങ്ങളും അത് തന്നെയാണ് പറയുന്നത്, ഞാൻ മനഃപൂർവ്വമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് അമ്മയുടെ പെടൽ ഉളുക്കിയെന്ന് അല്ലേ എന്ന് രേവതി ദേഷ്യത്തിൽ തന്നെ ചോദിക്കുവാണേ സച്ചിയോട്. അപ്പം തന്നെ സച്ചിക്ക് പേടിയാവുക. സച്ചി മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്, അയ്യോ രേവതി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അപ്പോൾ രേവതി ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? സച്ചിയേട്ടൻ പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാനവിടെ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ ഡാൻസ് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടാ പോയെന്നുള്ളത് ശരി, പക്ഷേ പെടൽ ഒളിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആ ഞാൻ മനഃപൂർവ്വം തന്നെയാണ് പെടൽ ഒളിപ്പിച്ചത്, ഞാൻ ഇങ്ങോട്ടേക്ക് കെട്ടി വന്നത് തന്നെ നിങ്ങളുടെ അമ്മയുടെ പെടൽ ഒളിപ്പിക്കാൻ വേണ്ടിയാണ്, പോരെ എന്ന് രേവതി ദേഷ്യത്തിൽ ചോദിക്കുവാണേ. സച്ചിയേട്ടനും എൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറി നിന്നോ, അല്ലെങ്കിൽ സച്ചിയേട്ടനെയും കയ്യിനും കാലിനും ഒക്കെ വല്ല ഉളുക്കും ഇതുപോലെ വരും എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും സച്ചി ഒന്ന് കൊഞ്ചിക്കാൻ നോക്കുന്നുണ്ട്, എന്തിനാ രേവതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി കൈ തട്ടി മാറ്റിയിട്ട് പോകുവാണ്. വേണ്ട വേണ്ട, ലാസ്റ്റ് നിങ്ങളും നിങ്ങളുടെ അമ്മയുടെ ഭാഗത്ത് തന്നെയായി എന്ന് പറയുവാണ്. സച്ചി പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ രേവതി, ഞാൻ എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് തന്നെയാണെന്ന് സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ച് പറയുവാണേ. പക്ഷേ രേവതി അതിലൊന്നും വീഴുന്നില്ല. രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ തന്നെ ഓരോ ഐഡിയയും പറയും, ഐഡിയയും കൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടും പോവും, ലാസ്റ്റ് വല്ല ഉളുക്ക് വീണാൽ മാത്രം ആ കുറ്റം മാത്രം എൻ്റെ തലയിൽ ഇടും എന്ന് രേവതി ദേഷ്യത്തിൽ തന്നെ പറയുവാണ്. സച്ചി അപ്പം പയ്യെ ചോദിക്കുന്നുണ്ട്, രേവതി ഞാനൊരു ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും രേവതി പറയും, ആ ഇനി ഞാൻ ചായ ഉണ്ടാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ വേണം, ഇനി ഞാൻ ഉണ്ടാക്കി തന്ന ചായ കുടിച്ച് സച്ചേട്ടൻ്റെ വായ എങ്ങാനും ഉളുക്കിയ ആ കുറ്റം എൻ്റെ തലയിൽ തന്നെ വരും. ഇന്നാ ഈ പാത്രം പിടിച്ചോ, സച്ചേട്ടൻ ഒറ്റയ്ക്കിരുന്ന് പാലുണ്ടാക്കി കാച്ചി കുടിച്ചോ എന്ന് പറഞ്ഞ് രേവതി പാൽ പാക്കറ്റും പാത്രമൊക്കെ സച്ചിയുടെ കയ്യിൽ വെച്ച് പോകുവാണ്. സച്ചി അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. എൻ്റെ ഒരു ചായ ഉണ്ടാക്കി കഴിയുന്നത് വരെയെങ്കിലും ഞാൻ എൻ്റെ വായ പൂട്ടിയിരിക്കണമായിരുന്നു, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമൊന്നും സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ്. ചന്ദ്ര ഇങ്ങനെ വേദന എടുത്ത് മുറിയിൽ പെടലും ചരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ രേവതി നാഴിയും കൊണ്ട് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ അമ്മേ നാഴി, ഇത് കഴുത്തിൻ്റെ അടി വെച്ചിട്ട് വേണം ഇന്ന് ഉറങ്ങാൻ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സന്തോഷമായില്ലേടി, നിൻ്റെ മനസ്സൊക്കെ നല്ലോണം കുളിരണിയുന്നുണ്ടാവുമല്ലോ എൻ്റെ പെടലിങ്ങനെ ആയതോർത്തെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ മറ്റൊരാളുടെ ദുഃഖത്തിലിരുന്ന് ഇങ്ങനെ സന്തോഷിക്കാറില്ല അമ്മേ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല ഭരതനാട്യം പഠിച്ച എൻ്റെ കഴുത്ത് ഓരോ സ്റ്റെപ്പിൽ തന്നെ ഒളുങ്ങിപ്പോയി, നീ ആദ്യമായിട്ടല്ലേ ഡാൻസ് കളിക്കുന്നത്, എന്നിട്ട് നിന്റെ പെടൽ എന്താടി രേവതി ഉളുക്കാത്തെന്ന് ചന്ദ്ര ചോദിക്കുവാണേ. അപ്പോഴേക്കും സച്ചി ഇത് കേട്ടോണ്ട് വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുവാണേ, കേട്ടോ രേവതി, അമ്മയുടെ പെടൽ ഉളുക്കിയതിലല്ല നിന്റെ പെടൽ ഉളുക്കാത്തതിലാണ് അമ്മക്ക് സങ്കടം എന്നാണ് സച്ചി പറയുന്നത്. അപ്പോഴേക്ക് രവീന്ദ്രനും ശ്രുതിയൊക്കെ വരുവാണ്. ശ്രുതിയൊക്കെ ആയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങനെയുണ്ട് അമ്മയെന്ന്. നേരത്തെ സംഭവം നടക്കുമ്പോഴൊന്നും ശ്രുതി ഇല്ലായിരുന്നല്ലോ. ശ്രുതി അപ്പോൾ വിശേഷമൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി വന്ന് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഞാൻ വല്ല പെയിൻ കില്ലറും എടുത്ത് തരട്ടെ വേദന കുറയാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ഏയ് പെയിൻ കില്ലറൊന്നും കഴിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഞാൻ ഈ വേദന എടുത്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ, അത് കണ്ട് സന്തോഷിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, അതൊന്നുമല്ല, നിന്റെ ഉളുക്ക് ശരിയാക്കാൻ വന്നവരല്ലേ പറഞ്ഞത്, ഒന്നും കഴിക്കാനൊന്നും പാടില്ല, രാവിലെ ആവുമ്പോൾ ഇത് തന്നെത്താനെ ശരിയാവുമെന്ന്, നീ ആ നാഴി കഴുത്തി വെച്ച് അവർ പറഞ്ഞതുപോലെ കിടന്നുറങ്ങാൻ നോക്കുന്ന രവീന്ദ്രൻ പറയുവാണ്. പിന്നെ മുറിയിലോട്ട് വർഷയും ശ്രീകാന്തും കൂടി തല്ലുപിടിച്ചോണ്ട് വരുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ വർഷ നിങ്ങൾ തല്ലുപിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാൻ ആൻറ്റിയെ കാണാൻ വേണ്ടി മുറിയിലോട്ട് പോകട്ടെ എന്ന് ചോദിച്ചിട്ട് ഈ ശ്രീകാന്ത് എന്നെ വിടുന്നില്ല രേവതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്തൊരു മനുഷ്യനാടാ, എൻ്റെ മരുമോക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവൾക്ക് എന്നെ കാണണം എന്നൊക്കെ തോന്നുന്നത്, നീ എന്താ അവളെ വിടാത്തെന്ന് ചോദിക്കുവാണ് ചന്ദ്ര.
അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇവൾ അതിനൊന്നും അല്ലമ്മേ വന്നത്. അപ്പോൾ ശ്രുതി ചോദിക്കും പിന്നെന്തിനാ? അതിന് മറുപടി കൊടുക്കുന്നത് വർഷയാണ്. അല്ല ആൻറ്റി എന്തോ നാഴി കഴുത്തി വെച്ച് കിടക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ആ സീനൊന്ന് കാണാൻ വേണ്ടി വന്നതാന്ന് വർഷ പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയൊക്കെ ഇങ്ങനെ ചന്ദ്രയെ നോക്കുവാണ്. ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും പണക്കാരി മരുമോളുടെ അടുത്ത് അതൊന്നും കാണിക്കത്തില്ലല്ലോ. ഞാനിതൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്ന ഈ നാഴി എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടേ. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ നീ ഇന്ന് കട്ടിലൊന്നും കിടക്കണ്ട, താഴെ പായ വിരിച്ചിട്ട് ഈ നാഴി വെച്ച് കിടന്നാൽ മതി എന്ന് പറയുവാണ്. എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാനിന്ന് സച്ചിയുടെ കൂടെ കിടന്നോളാം, രേവതി നിന്റെ കൂടെ വന്ന് കിടക്കുമെന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുവാണ്. അവൾ എന്തിനാ എൻ്റെ കൂടെയൊക്കെ കിടക്കുന്നേ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും വിളിച്ചാൽ പോലും ഞാൻ അറിയത്തില്ല, നിനക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നാലോ രേവതി ഇന്ന് നിന്റെ കൂടെ കിടന്നോളും. മോളെ രേവതി ഇന്ന് അമ്മയുടെ കൂടെ കിടന്നോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഹോളിലോട്ട് പോകുവാണേ ഉറങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാവരും മുറിയിൽ നിന്ന് പോകുന്നുണ്ട്, വർഷ മാത്രം പോകുന്നില്ല. ശ്രീകാന്ത് വിളിച്ചിട്ടും പോകുന്നില്ല. വർഷ പറയുവാണ് ഞാൻ ആൻറ്റി ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് കിടക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വരാം, ശ്രീകാന്ത് പൊക്കോ എന്ന് പറഞ്ഞിട്ട് വർഷ മുറിയിൽ തന്നെ നിൽക്കുവാണേ. എന്നിട്ട് ശ്രുതിയും രേവതിയും കൂടി പയ്യെ ചന്ദ്രയെ തറയിൽ പായ വിരിച്ചിട്ട് കിടത്തുവാണ്. വർഷയാണെങ്കിൽ ഇതൊക്കെ ഒരു കോമഡി ഫിലിം കാണുന്നത് പോലെ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുവാണ്. ചന്ദ്ര പയ്യെ പായ കിടക്കുന്നതും കഴുത്തിൻ്റെ അടിയിൽ ഈ നാഴി വെക്കുന്നതൊക്കെ നോക്കിയിട്ട് വർഷക്ക് അതൊക്കെ ഒരു രസം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്രക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എന്താ മോളെ വർഷ ഇങ്ങനെ ഒരു സർക്കസ് കാണുന്ന ഒരു ഇതുപോലെയാണല്ലോ നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് നല്ല രസമുണ്ട് ആൻറ്റി ഇതൊക്കെ കാണാനെന്ന്. ശ്രുതി അപ്പം പറയുന്നുണ്ട് ആൻറ്റി കിടന്നൊക്കെ കഴിഞ്ഞു, ഇനി വർഷ മുറിയിൽ പോയി ഉറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് വർഷയെ പറഞ്ഞു വിടുവാണ് മുറിയിലോട്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയും സുധിയെയാണ്. ശ്രുതിയോട് പറയുന്നുണ്ട് അമ്മ മര്യാദയ്ക്ക് ഈ വീട്ടിലിരിക്കുകയല്ലായിരുന്നോ, നീയാണ് അമ്മക്ക് ഓരോ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തത്, കണ്ടില്ലേ എൻ്റെ അമ്മയുടെ ഇപ്പം പെടലൊളുക്കി എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഓ ഇപ്പോൾ കുറ്റമല്ല എൻ്റെ തലയിൽ വെക്കാൻ നോക്കുവാണോ, ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ആയതെന്നാണോ ശ്രുതി പറഞ്ഞു വരുന്നതെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞത് അമ്മ ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നില്ലേ, നീ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നോക്കു ശ്രുതി, അമ്മയ്ക്ക് ഇങ്ങനെ ആയതിന് കാരണക്കാരി ഞാനല്ല, അതിന് കാരണം സച്ചിൻ രേവതിയാണ്, അവരവിടെ പോയി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്കറിയാവോ എന്ന് ശ്രുതി ചൂടാകുവാണ് ശ്രുതിയോട്. അമ്മ എന്തിനാ ഈ പ്രായത്തിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ നടക്കാൻ പോയി എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു, എൻ്റെ പാർലറിൽ വന്നിരിക്കാം അല്ലെങ്കിൽ ശ്രുതിയുടെ ബിസിനസ് കടയിൽ വന്നിരിക്കാം എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മ എൻ്റെ ഷോപ്പിൽ വന്നിരുന്നിട്ട് അമ്മ എന്ത് ചെയ്യാനാ, അമ്മക്ക് ബിസിനസ്സിനെ പറ്റി ഒരു ABCD പോലും അറിയത്തില്ല. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കണ്ടോ ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ശ്രുതി ഇത്രയും ടെൻഷൻ ആവുന്നു, അപ്പോൾ അമ്മ അവിടെ വന്നിരുന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അമ്മ, അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കും എന്നൊക്കെ ശ്രുതി പറയുവാണേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ട് എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിനക്ക് അമ്മയൊന്ന് സമാധാനിപ്പിക്കായിരുന്നു, ഇങ്ങനെ ഡാൻസ് സ്കൂളിൻ്റെ കാര്യമൊന്നും പറയണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഓ അപ്പോൾ എല്ലാ കുറ്റവും എൻ്റെ തല തന്നെ ഇടാനാണ് ശ്രുതിയുടെ പദ്ധതി, ശരി ഞാൻ സമ്മതിച്ചു, ഞാൻ കാരണമാണ് നിങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, സോറി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുവാണേ. പിന്നെ കാണിക്കുന്നത് വീണ്ടും ചന്ദ്രയാണ്. രേവതി പായ തലണക്കായിട്ട് മുറിയിലോട്ട് വരുവാണ്. അപ്പോഴേക്കും എന്നിട്ട് ചന്ദ്രയുടെ അടുത്തോട്ട് ഇങ്ങനെ പായ ഇടാൻ പോകുമ്പോഴേക്കും ചന്ദ്ര ചീത്ത പറയുവേ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിവിടെ പായിട്ട് കിടക്കാൻ പോ എൻ്റെ അടുത്തൊന്നും കിടക്കാൻ നിൽക്കണ്ട, മാറി അവിടെ വല്ലയിടത്തും പോയി കിടക്കുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര രേവതി അവിടെ നിന്നും മാറ്റി വേറൊരു സൈഡ് കാണിച്ചു കൊടുക്കുവാണേ. പാവ രേവതി അവിടെ പോയി പായ വിരിച്ചൊക്കെ റെഡിയാവുകയാണ്. എന്നിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കിടക്കാൻ പറ്റിയ സാധനം കണ്ടില്ലേ, നിന്നെയൊക്കെ എൻ്റെ അടുത്ത് പോലും കിടത്താൻ പോയിട്ട് ഇരുത്താൻ പോലും കൊള്ളില്ല എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. രേവതി ഒന്നും മിണ്ടാത്തതൊക്കെ കേട്ടോണ്ടിരിക്കുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ പോയി എൻ്റെ ശ്രുതിമോളെ വിളിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞിട്ട് രേവതിയെ പുറത്തോട്ട് വിടുവാണേ. അപ്പോൾ രേവതി പോയി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ദേ അമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഞാൻ മനഃപൂർവ്വമല്ല അങ്ങനെയൊന്നും പറഞ്ഞത്, അമ്മ ഇങ്ങനെ പെടലുളുക്കിയിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ആദ്യം ആൻറ്റി എന്തിനാ വിളിക്കുന്നതെന്ന് പോയി നോക്കിയിട്ട് പറ്റിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി ചന്ദ്രയുടെ അടുത്തോട്ട് പോകുവാണേ. ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി ഇന്ന് നീ എൻ്റെ കൂടെ കിടക്കുമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും എന്തോ പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഈ രേവതിയുടെ കൂടെയൊന്നും കിടക്കാനൊന്നും പറ്റത്തില്ല, എനിക്കെന്ന് പറഞ്ഞ ഒരു വിലയുണ്ട്, അഭിമാനമുണ്ട്, എനിക്ക് അവളുടെ കൂടെ കിടക്കാൻ പറ്റത്തില്ല ശ്രുതി, നീ വാ, നീ പോയി തലണയൊക്കെ എടുത്തോണ്ട് വാ, ഇന്നിവിടെ കിടന്നാൽ മതി എന്ന് പറയുവാണേ. വയ്യെങ്കിലും ചന്ദ്രക്ക് രേവതിയെ കുറ്റപ്പെടുത്താനും രേവതിയെ അപമാനിക്കാനും ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ശരിയെന്ന് പറഞ്ഞ് ശ്രുതി സമ്മതിച്ച് നേരെ ഹോളിലോട്ട് പോവാണ് ബെഡ്ഷീറ്റും തലണയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്.
ശ്രുതി തലേണയും പുതപ്പൊക്കെ എടുത്തോണ്ട് പോകുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നീ ഇതൊക്കെ എടുത്ത് എങ്ങോട്ട് പോവാന്ന് ചോദിക്കുകയാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ നേരെ ചന്ദ്രയുടെ മുറിയിലോട്ട് പോവാണ്. ശ്രുതി ബാക്കിലോട്ടും പോകുന്നുണ്ട്, ശ്രുതിയുടെ ബാക്കിൽ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്താടാ എന്ത് പറ്റി? അല്ലമ്മേ ശ്രുതി എന്തിനാ ഈ പായം ബെഡ്ഷീറ്റും തലേണയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നേ? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാനാ പറഞ്ഞത് എനിക്കൊരു കൂട്ട് വേണ്ടേ, അതിനു വേണ്ടിയാ ശ്രുതിയെ വിളിച്ചതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മക്ക് കൂട്ടായിട്ടല്ലേ ഇവിടെ രേവതി ഉള്ളതെന്ന് ചോദിക്കുവാണേ. അപ്പോൾ ചന്ദ്ര പറയും, പിന്നെ രേവതി എനിക്ക് അവളൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ശ്രുതിമോള് മതിയെന്ന് ചന്ദ്ര പറയുവാണ്. രേവതിയെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. രാത്രി എനിക്ക് വല്ല വേദനയൊക്കെ കൂടിയാലോ എൻ്റെ ശ്രുതിയെ എന്നെ രക്ഷിക്കത്തുള്ളൂ, അവളതൊന്നും എന്നെ രക്ഷിക്കാനൊന്നും നോക്കത്തില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ ഇവിടെ നിന്ന് ബഹളം വെച്ചാൽ മതി, ഞങ്ങൾ അവിടെ നിന്ന് ഹോളിൽ നിന്ന് ഓടി വരത്തില്ലേ, ശ്രുതി നീ വാ നമുക്ക് അവിടെ പോയി കിടക്കാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്തൊരു മോനാടാ നീ, അമ്മ ഇവിടെ വേദന എടുത്ത് കിടക്കുന്നു, അവൻ എന്നെ പറ്റി ഒരു വിചാരം പോലും ഇല്ല, സ്വന്തം ഭാര്യ ഒന്ന് കൂട്ടിന് നിർത്താൻ പോലും അവന് തോന്നുന്നില്ല എന്ന് ചന്ദ്ര ശ്രുതിയോട് പറയുവാണേ. ഞാൻ എങ്ങനെയാമേ ഒറ്റയ്ക്ക് കിടക്കുന്നെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാനായിരുന്നില്ല ഇഷ്ടം, ശ്രീകാന്ത് വരുമ്പോഴൊക്കെ അവന് ഓടിക്കുമായിരുന്നല്ലോ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞിട്ട്, ഇപ്പം എന്താ നിനക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഉറക്കം വരത്തില്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മയുടെ കൂർക്കം വലി കാരണം ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റില്ല അമ്മേ, അതുകൊണ്ടല്ലേ അവൾ എൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആര് കൂർക്കം വലിക്കുന്നു, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ കേട്ടിട്ടുണ്ടോ ഞാൻ കൂർക്കം വലിക്കുന്നത്, മര്യാദയ്ക്ക് എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഓടിക്കുവാണേ ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി പൊക്കോ, ഞാൻ ഇന്ന് ആൻറ്റിയുടെ കൂടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ തന്നെ ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഓഫീസാണ്. ശ്രുതിയുടെ ഓഫീസിൽ വെച്ചിട്ട് ശ്രുതിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും അവിടുത്തെ ഒരു കസ്റ്റമർ രണ്ടുപേര് വന്ന് AC ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അവരെ ഒന്ന് ഇതാക്കാൻ വേണ്ടി അവിടുത്തെ സ്റ്റാഫ്സ് ഒന്നും വരുന്നില്ല. ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണ്. ശ്രുതി സ്റ്റാഫിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴേക്കും അവരവിടെ നിന്ന് കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കുമേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ കസ്റ്റമേഴ്സ് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ എന്താ ഇവിടെ മാറി നിന്ന് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചീത്ത പറയുന്നുണ്ടേ. അപ്പോഴാണ് ശ്രുതി ശ്രദ്ധിക്കുന്നത് അവരുടെ യൂണിഫോമൊക്കെ തേച്ചിട്ടില്ല, വലിച്ചു വാരി, പുറത്തെവിടെയോ സ്റ്റാഫിൻ്റെ ഒരു ലുക്ക് പോലും ഇല്ല അവർക്ക്. ശ്രുതിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുവാണേ. നിങ്ങളെന്താ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് അവരോട് ചൂടാവുന്നുണ്ട്. നല്ലോണം തേച്ച് വൃത്തിയായി പ്ലസൻ്റായിട്ട് ഇവിടെ നിൽക്കണം എന്നറിയത്തില്ലേ, ഇവിടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ പ്രോഡക്റ്റ് കാണുന്നതിന് മുമ്പ് കാണുന്നത് നിങ്ങളെയാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ വൃത്തിയില്ലാതെ വന്ന് നിന്നാൽ നമ്മുടെ കടയിനെയാണ് അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതെന്നൊക്കെ ശ്രുതി പറയുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, സോറി സർ, ഞങ്ങളുടെ കയ്യിൽ ഇന്നലെ ഞങ്ങൾ പുറത്താണ് നിന്നത്, അതുകൊണ്ട് അയേൺ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവിടെ അയേൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കൊടുത്ത് അയേൺ ചെയ്യിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, പുറത്ത് ചെയ്യിപ്പിക്കാൻ നല്ല കാശാവില്ലേ സാർ, ഞങ്ങളുടെ കയ്യിൽ അത്രയും കാശൊന്നുമില്ല എന്ന് സ്റ്റാഫ്സ് പറയുവാണേ. ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം എന്താ നിങ്ങൾക്ക് പുറത്ത് കൊടുത്ത് അയേൺ ചെയ്യാൻ വേണ്ടി കാശില്ല, നിങ്ങൾ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ടും പോയിട്ട് കടയിലുള്ള 2 അയേൺ ബോക്സ് അവർക്ക് കൊടുക്കുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇതൊക്കെ നമ്മൾ സെയിൽസിന് വെച്ചിരിക്കുന്ന സാധനമല്ലേ, ഇതൊക്കെ എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഇവർ മര്യാദക്ക് ഡ്രസ്സ് ചെയ്ത് നീറ്റിൽ വന്നാലേ നമ്മുടെ കടയ്ക്ക് അത് നല്ല രീതിയിൽ ഇതാവത്തുള്ളൂ, ഇവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കടയല്ലേ ബാധിക്കുന്നത്, നിങ്ങളിത് പറയുവാണ്. അപ്പോഴേക്കും സ്റ്റാഫ്സിന് സന്തോഷമാവേ, തേപ്പ് പെട്ടി കിട്ടിയല്ലോ, താങ്ക് യു ഒക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും, താങ്ക് യു ഒന്നും പറയൊന്നും വേണ്ട, ഇത് ഫ്രീ ഒന്നുമല്ല, മാസം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഇതിൻ്റെ കാശായിട്ട് പിടിച്ചോളാം എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും സ്റ്റാഫ്സിൻ്റെ മുഖം മാറുവേ, അവരോർത്ത് ഇത് അയാൾ ശ്രുതി ഫ്രീ ആയിട്ട് തന്നതാണെന്ന്. ശ്രുതിയുടെ സ്വഭാവം കാശ് വിട്ടൊരു കളി ശ്രുതിക്കില്ലല്ലോ, കാശാണ് ശ്രുതിക്കെല്ലാം. അപ്പോൾ സാലറിയിൽ നിന്ന് ഇത് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റാഫ്സിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. ശ്രുതിക്ക് സന്തോഷവും, ഈ ശ്രുതിയുടെ ഒരു ബുദ്ധി എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ മീര അവിടേക്ക് വരുവാണേ. മീര പറയുന്നുണ്ട്, ഇത് കൊള്ളാലോ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ നിങ്ങൾ സ്റ്റാഫ്സിന് തന്നെ വിറ്റിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാത്ത രീതിയിലാക്കും എന്നൊക്കെ തോന്നുമല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും, പിന്നെ നമ്മുടെ കമ്പനി എനിക്ക് വളരണം എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ആറ്റിറ്റ്യൂഡ് വേണം, നല്ല ലുക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ ആ തേപ്പെട്ടി അവർക്ക് കൊടുത്തത്, അതിൻ്റെ ബിസിനസ് മൈൻഡാണെന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, മീര എന്താ ഇവിടെ വെറുതെ വന്നതാണോ, സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ എന്ന് മീര തിരിച്ചു ചോദിക്കുവാണേ. മീരയുടെ കയ്യിലൊരു ഫോട്ടോ ഫ്രെയിം പോലെ എന്തോ പൊതിനൊരു സാധനമുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ മീര കയ്യിലെന്ന് ചോദിക്കുമ്പോഴേക്കും, ഇതൊരു ദൈവത്തിൻ്റെ ഫോട്ടോയാ, ഇത് കടയിൽ വെച്ചാൽ നല്ലതേ നടക്കുള്ളൂ, കച്ചവടമൊക്കെ നല്ലോണം നടക്കുമെന്ന് പറഞ്ഞിട്ട് മീര ആ ഫോട്ടോ ശ്രുതിക്ക് കൊടുക്കുവാണെങ്കിൽ ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.